മാങ്കറി വെച്ചാലോ എന്ന്. നാട്ടിലായിരുന്നപ്പോ മാങ്കയൊക്കെ കഴിക്കായിരുന്നല്ലോ. പ്രാവശ്യം ഭാഗ്യത്തിന് മേടിച്ചപ്പോ കിട്ടിയത് അത്യാവശ്യം പുളിയുള്ള മാങ്ങ. അപ്പൊ പിന്നെ ഞാൻ ആലോചിച്ചു, എന്നാ പിന്നെ മാങ്കറി ഇന്ന് തന്നെ അങ്ങ് ഉണ്ടാക്കാന്ന്. ആഗ്രഹങ്ങള് കുറെ നാള് വെക്കുന്നതാണല്ലോ. മാങ്ങ സബോളെല്ലാം അരിഞ്ഞിട്ട് ഇതുപോലെ ഇടണം. കൂടെ കുറച്ച് ചൊറുക്കും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് തിരുമ്പി കുറച്ചു നേരം വെക്കണം കേട്ടോ. എന്നാലാണ് ആ ചൊറുക്കൊക്കെ ഇറങ്ങി മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടാവത്തുള്ളൂ. കുറച്ച് സമയം വെച്ചതിന് ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചിയൊക്കെ ഇടണം. എന്റെ ഇഞ്ചി ഇല്ലാത്ത കാരണം ഞാൻ ഇഞ്ചിപ്പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. ഉള്ളത് ഓണം പോലെയെന്നല്ലേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്പി ഉടച്ചെടുത്തതിന് ശേഷം സ്റ്റവിൽ വെച്ച് പാൽ ഒഴിക്കണം കേട്ടോ. ഡിന്നറായതുകൊണ്ടാന്ന് തോന്നുന്നു തേങ്ങാപ്പാലിന് കുറച്ച് കട്ടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തിളപ്പിക്കാൻ വെച്ചത് കുറച്ച് വെള്ളം ചേർത്തിട്ടായിരുന്നു. അതിനുശേഷം വീണ്ടും വെള്ളം ചേർക്കാതെ കുറച്ച് പാലിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാച്ചെടുക്കൽ തന്നെ. ഞങ്ങളുടെ നാട്ടിൽ തന്നെ കാച്ചെന്നാട്ടോ പറയാ. കുറച്ച് എണ്ണയിലേക്ക് മുളകും കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ട് കാച്ചി അങ്ങോട്ട് എടുത്തു. പിന്നെന്താ വേണ്ടേ, നല്ല ചൂട് ചോറും നല്ല മാങ്ങക്കറി പോർക്ക് വരട്ടിയതുണ്ടെങ്കിൽ ആഹാ അടിപൊളിയില്ലേ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഈ ജർമ്മനിൽ നിന്നിട്ട് മാങ്ങക്കറി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ ബൈ.